ഇന്ന് പൂജയ്ക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സേമിയ ഉപ്മാവാണ് കേട്ടോ. ചോറിനേക്കാൾ ആൾക്ക് കൂടുതൽ ഇഷ്ടം രാവിലത്തെ അങ്ങനത്തെ പലഹാരങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ പൊതിഞ്ഞിട്ട് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് ആൾ അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. രാവിലെ 8:30 ഉള്ളിൽ അവൾക്ക് ഇറങ്ങണം. അപ്പോഴേക്കും ചോറും കറിയും കാര്യങ്ങളൊക്കെ ആവാറുണ്ടെങ്കിൽ കൂടെ ആൾക്ക് ഇങ്ങനത്തെ പലഹാരങ്ങളാണ് കൂടുതൽ ഇഷ്ടം. 8:30 കഴിഞ്ഞപ്പോഴേക്കും പൂജട്ടി ക്ലാസ്സിന് ഇറങ്ങിയിട്ടോ. പിന്നെ ഞാൻ തലേ ദിവസം കൊടുന്ന് വെച്ചിരിക്കുന്ന കുറച്ച് പച്ചക്കറിയും പലചരക്കൊന്നും ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. തലേ ദിവസം കുറച്ചധികം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സമയം കൊണ്ട് അതൊക്കെ നമുക്ക് ഒതുക്കി പെറുക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പച്ചക്കറിക്ക് ഉള്ളിയും കാര്യങ്ങളൊക്കെ ഞാൻ പുറത്താണ് വെക്കാറ്. അപ്പോൾ അതാത് സ്ഥലത്തൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നുള്ളി പെറുക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി വെക്കുകയാണ് കേട്ടോ. പലചരക്ക് സാധനങ്ങളൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ അടുക്കലാക്കി വെക്കും. വലിയ വലിയ പാക്കറ്റൊന്നും ഇപ്പം തന്നെ പൊട്ടിക്കില്ല കേട്ടോ. അത് ആവശ്യമുള്ളപ്പോൾ പൊട്ടിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങനെ പാത്രങ്ങളിലാക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യുക. പരിപ്പ് കടല കാര്യങ്ങളൊക്കെ നമ്മൾ കുറേശ്ശല്ലേ വാങ്ങുള്ളൂ. ആട്ടപ്പൊടി അങ്ങനത്തെ സംഭവങ്ങൾ പുട്ടുപൊടിയൊക്കെ ഞാൻ ആ കവറിൽ തന്നെ ആക്കി വെക്കുകയാണ് ചെയ്യുക. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു അളുക്കാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ളത്. വലിയ അളുക്കുകളില്ല. വലിയ അളുക്കളുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ പുട്ടുപൊടിയും കാര്യങ്ങളൊക്കെ അതിലേക്ക് വെക്കായിരുന്നു. ഇനി എനിക്ക് 2-3-4 വലിയ അളുക്കുകൾ വാങ്ങാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളതൊക്കെ പാത്രങ്ങളിലാക്കിയിട്ട് ഒതുക്കി പെറുക്കി വെച്ചു. കിച്ചൺ ടേബിൾ സ്റ്റവും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചുവിടും. എന്നിട്ട് നമ്മൾ അടുക്കള അടിച്ച് വാരിയിട്ട് നേരെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. നമുക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇങ്ങനെ രാവിലത്തെ കുറച്ച് ഗ്യാപ്പ് കിട്ടുമ്പോൾ ഞാനിരിക്കും. പിന്നെ ഉച്ചരിഞ്ഞിട്ടിരിക്കും, നൈറ്റ് ഇരിക്കും കേട്ടോ. അപ്പോൾ കിട്ടുന്നതിനനുസരിച്ച് സമയത്തിനനുസരിച്ചാണ് ഞാൻ മിഷീനുമേ ഇരിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.